ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ചവറക്കാരുടെ ഹൃദയസ്പന്ദനമായ കുരുത്തോലപ്രിയയായ വീരഭട്ടാരികയമ്മയ്ക്ക് ഇനി ഉത്സവത്തിൻ്റെ നാളുകൾ. മാർച്ച് 11 ബുധനാഴ്ച മുതൽ 25 ബുധൻ, അതായത് കുംഭം 27 മുതൽ മീനം 11 വരെയാണ് ഉത്സവം. പൊന്നുതമ്പുരാട്ടിയുടെ വിശ്വപ്രസിദ്ധമായ ചമയവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ദൂരനാടുകളിൽ നിന്ന് പോലും ധാരാളം ആൾക്കാർ മീനം 10-11 ദിവസങ്ങളിൽ ചവറയിലേക്ക് ഒഴുകിയെത്തും. ഓംകാര ബീജാക്ഷരിയായി വായുമണ്ഡലം മേൽക്കൂരയാക്കി കുടികൊള്ളുന്ന കൊറ്റൻകുളങ്ങര ദേവിയുടെ തിരുവിഗ്രഹത്തിൽ ചാർത്തുവാൻ വിശ്വജനനിയുടെ സമ്പൂർണ്ണ രൂപം കൊത്തിവെച്ചിട്ടുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്ര 2026 മാർച്ച് 14 കുംഭം 30 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കൊല്ലം ആനന്ദവല്ലീശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പല വഴികളും പിന്നിട്ട് ചവറയിലെത്തി കുഞ്ഞാലുമൂട് വഴി ക്ഷേത്രത്തിലെത്തിച്ചേരുകയും തുടർന്ന് തിരുവിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം പിറ്റേന്ന് മീനം 1-ാം തീയതി ദേവി നാടുകാണാനിറങ്ങുമ്പോൾ ഭക്തലക്ഷങ്ങൾ ദേവിക്ക് നിറപറയും നിലവിളക്കും വെച്ച് അൻപൊലിപ്പറ നൽകി സ്വീകരിക്കുന്നു. എൻ്റെ വീട് നിൽക്കുന്ന ഭാഗമായ കുഞ്ഞാലുമൂട്ടിൽ നിന്നുമാണ് ഉത്സവം തുടങ്ങുന്നത്. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അത്ര അടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലുമൂട്ടിൽ നിന്നും ക്ഷേത്രം നിൽക്കുന്ന ഭാഗമായ കുറ്റംകുളങ്ങര വരെ ഒരുപാട് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടനോട് ഇറങ്ങിയതാണ്. ചമയവിളക്കിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കുരുത്തോലപ്രിയയായ പൊന്നു തമ്പുരാട്ടിയുടെ കുരുത്തോലപ്പന്തൽ. മീനം 10-11 ദിവസങ്ങളിലായി നടക്കുന്ന ചമയവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നാലും ഏതൊരു ചവറക്കാരനെയും ദേവി ചവറയുടെ മണ്ണിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. അതായത് ഏതൊരു ചവറക്കാരൻ്റെയും ഹൃദയസ്പന്ദനമാണ് പൊന്നു തമ്പുരാട്ടിയും ചമയവിളക്ക് മഹോത്സവവും. ഞങ്ങൾ ചവറക്കാർ ഒരു വർഷമായി കാത്തിരിക്കുന്ന ഉത്സവ നാളുകളുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം. രാധേശ്യാം.